ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നും ധരിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സംഭവമാണ് ചെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. പക്ഷേ ചെയിൻ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ കാണാറുണ്ടോ? എവിടെയും കാണാറില്ല. സാധാരണ നമ്മൾ കാണാറുള്ള കുറച്ച് പാറ്റേൺസ് ആയിട്ടുള്ള എന്താ പറയുക ബോക്സ് ചെയിൻ അല്ലെങ്കിൽ താര അല്ലെങ്കിൽ നമ്മൾ ഈ ട്രഡീഷണലി കാണാറുള്ളതൊക്കെ കാണുമായിരിക്കും. അതിലപ്പുറം കുറച്ച് മുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള മുത്തൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ നെക്ക് വെയർ പോലെ അല്ലെങ്കിൽ മാല പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ചെയിൻസ് ഒക്കെ നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പം ഇതുപോലെ ഉള്ള ഒരു വൻ ശേഖരമാണ് ഞാൻ ഇന്ന് നമ്മുടെ പറക്കാട് ജ്വല്ലറിയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെയിൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു. ആദ്യം തന്നെ എനിക്ക് ഈ മാലേനെ കുറിച്ച് അറിയണം, ഇത് പറയും. അത് ശരിക്കും നെറ്റ് പോലെ ഒരു ഡിസൈനാണ്. നെറ്റിനകത്ത് ക്രിസ്റ്റൽസ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ഷൈനി ആയിരിക്കും. അത് നമുക്ക് ഏത് കളറിലും ഉണ്ട് കിട്ടാൻ. വേറെ കളറിലുള്ള സ്റ്റോൺസ് ഇതിൻ്റെ അകത്ത് വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയ നെറ്റാണ് ഇതിൻ്റെ പുറത്ത്. അതിൻ്റെ അകത്ത് നിറച്ചും സ്റ്റോൺസ്, കിലുങ്ങുന്ന സ്റ്റോൺസ് ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ സ്റ്റോൺസ് ആണ്, ഓടി കളിക്കണ സ്റ്റോൺസ് ആണ്. നല്ല ഷൈനിങ് ആണ്. നമുക്കൊരു എന്താ പറയുക സാരിയുടെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ല ഇനി ഗൗണിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഇടാം. ഏത് ഡ്രസ്സിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയി ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഭയങ്കര രസമുണ്ട്, നല്ല അടിപൊളി സാധനം. മാം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമുക്ക് റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം? ഇത് ചിലപ്പോൾ അത് റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് വളരെ ടൈനി ആയതുകൊണ്ട് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പാർട്ടി വെയർ ആണ്. നമുക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം കാണാം. ഇത് ചന്ദ്രനാണോ മാം? ഇതിപ്പോൾ എന്താണ്? ഇത് തുളസി മാലയാണ് വരുന്നത്. തുളസി മാല എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് ഇത്? ശരിക്കും തുളസി അതിൻ്റെ വുഡിൽ ആണ് ചെയ്യുന്നത്. തുളസിയുടെ വുഡിൽ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഓ, തുളസിയുടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തുളസിയുടെ, ഞാൻ വിചാരിച്ചത് ചന്ദനമാലയാണെന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ ഇത് തുളസിയുടെ വുഡിൽ ചെയ്തിരിക്കുന്ന മാലയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര അതിനൊന്ന് വുഡ് വേണം. പിന്നെ അതിൻ്റെ ഒരു ഇതിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ ഷോക്ക്ഡാണ് കേട്ടോ. കാരണം ചന്ദനത്തിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ട്രഡീഷണലും വരുന്നുണ്ട്. വൈറ്റ് സാൻഡലുണ്ട്, റെഡ് സാൻഡലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഹിന്ദുസ് ആയിരിക്കും അല്ലെ കൂടുതൽ ഹിന്ദുസ് ആണ്. എനിക്ക്
തോന്നുന്നു റെഫ്യൂസും ചെയ്യാൻ പറ്റുന്ന മാലകളാണ്. റെഫ്യൂസും ചെയ്യാൻ കുഴപ്പമില്ല, പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. അതിപ്പോൾ എത്ര ലെയറിൽ വേണേലും നമുക്ക് ചെയ്യാം, എങ്ങനെ അടുപ്പിച്ച് വേണേലും അകലത്തിൽ വേണേലും എല്ലാം മണിമാല തന്നെയാണ് അല്ലേ? അതെ അതെ. ഇതിപ്പം ഇപ്പൊ ഇതിനകത്ത് റോഡിയം കോട്ടിങ്ങും അതുപോലെ ഗോൾഡൻ കോട്ടിങ്ങും ആണ് ചെയ്തിരിക്കുന്നത്. 3 ട്രൈ കളറിലും ചെയ്യാം. അപ്പൊ ഇത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോ 2 ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സിംഗിൾ ലെയർ വേണമെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ മുത്തിന്റെ സൈസിൽ വ്യത്യാസത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ഓർഡർ നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, നമുക്ക് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഏജിലുള്ള ആൾക്കാർക്ക്, അതിപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അല്ല കുറച്ച് യങ്സ്റ്റേഴ്സിനാണെങ്കിലും കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കോളേജിലൊക്കെ പോകുമ്പം നമുക്ക് ചിലപ്പം എപ്പോഴും ഗോൾഡ് ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് അഫോർഡബിൾ ആവണമെന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഗോൾഡ് റേറ്റ് ഒക്കെ ഇത്ര കൂടിയ സമയത്ത്. പക്ഷേ ഗോൾഡ് അല്ല എന്ന് ഒരിക്കലും പറയാത്ത രീതിയിലുള്ള ഡിസൈൻസാണ് ഇതൊക്കെ. ചെയിൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതേപോലെയൊക്കെ സിമിലർ പാറ്റേൺസിൽ ഇവിടുന്ന് പാദസരവും അവൈലബിൾ ആണ്, ഒറ്റക്കാലിൽ ഇടുന്ന ആങ്ക്ലെറ്റ്സും അവൈലബിൾ ആണ്. ഇനി ഇതിൽ നിന്നുമൊക്കെ മാറി നിന്നിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും ചെയിൻ വന്നിട്ട് നടുക്ക് പേരെഴുതിയിട്ടുള്ള പെൻഡൻസ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് റിങ്സിനാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള റിങ്ങിലൊക്കെ നമുക്ക് പേരെഴുതാനും ഫിംഗർ പ്രിൻറ്റ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനും അല്ല ഇതിലപ്പുറം നമുക്ക് അകത്ത് ഡേറ്റ് എൻക്രേവ് ചെയ്യാനും അതിപ്പോൾ പെൻഡൻറ്റിലാണെങ്കിലും ഫിംഗർ റിങ്ങിലൊക്കെ ആണെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഡിസൈൻസ് ഇവിടെ കാണാൻ കിടക്കണ പൂരം പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ നിങ്ങൾ വന്ന് തന്നെ കാണുക, കാര്യങ്ങളൊക്കെ നേരിൽ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പം സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓടി വായോ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അധികം സമയം കളയുന്നില്ല, വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.